ഹായ് ഫ്രണ്ട്സ്, ട്രക്ക് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഴകേറും അലങ്കാര കോഴികൾ എങ്ങനെ നമ്മളെ വീട്ടിൽ വളർത്താം. നല്ല രീതിയിൽ അലങ്കാര കോഴികൾ വീട്ടിൽ വളർത്തുന്ന ഒരു പ്രവാസി കൂടിയായ സ്റ്റീഫൻ ചേട്ടൻ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അലങ്കാര കോഴിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ വളർത്തുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. അപ്പം അലങ്കാര കോഴികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടെക് ആൻഡ് ട്രാവലിൻ്റെ വീഡിയോ. അപ്പോൾ ചേട്ടന് എന്തൊക്കെയാണ് ഈ അലങ്കാര കോഴി കൃഷിയെക്കുറിച്ച് പറയാനുള്ളത്? ഒരു ഭംഗിയാണ്, ഏറ്റവും ഭംഗിയാണ്. ഭംഗിക്ക് വേണ്ടിയാണ് ഞാനത് വളർത്തുന്നത്. ഇപ്പോഴും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വരും. അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റികളുണ്ട്? 4-5 വെറൈറ്റി ഉണ്ട്. 4-5 വെറൈറ്റി ഉണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പരിചരണങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ അതായത് എനിക്കിപ്പോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് അലങ്കാര കോഴി വളർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്? ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന ആ തീറ്റ മേടിച്ചിട്ടാ മതി. അതായത് ആ പെല്ലറ്റ്. ഇതിന് നമ്മൾ കോഴി തീറ്റ പ്രത്യേകിച്ച് വാങ്ങിയാണ് കൊടുക്കുന്നത്. തീറ്റ വാങ്ങിയാ കൊടുക്കുന്നത്. കുഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന് വരുമ്പോഴേ ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ ഇതിന്റെ പരിചരണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇതിനാണെങ്കിൽ വലിയ ഇത് ആണെങ്കിൽ തണുപ്പടിക്കാൻ പാടില്ല. തണുപ്പ് പാടില്ല. കൂടുതൽ തണുപ്പ് പാടില്ല. പിന്നെ ഇത് പെല്ലറ്റും കൊടുക്കുക, പായൽ കൊടുക്കുക. അസോള കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതല്ല, ഒന്നും വേണ്ട. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ അത് കൊത്തി കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളിതിന് പെല്ലറ്റാണ് മെയിനായിട്ട് ഇതിന് വാങ്ങിക്കൊടുക്കേണ്ട ഫുഡ്. അസോളയെ ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അസോളയും കഴിക്കും. ഇത് നമുക്ക് ഏകദേശം എത്ര ദിവസം ആകുമ്പോൾ ഇത് മുട്ടയിട്ട് തുടങ്ങും? ഒരു 3-4 മാസം മുട്ടയിടും. 4 മാസം മുട്ടയിടും. ഈ നമ്മളെ സാധാരണ കോഴിയും ഇതും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ? അതായത് നമ്മളെ ഈ മുട്ട ഇരുന്ന് മുട്ട വിരിയിക്കില്ല. വിരിയിക്കില്ല. പിന്നെ ഇതിന്റെ മറ്റു പ്രത്യേകതകൾ മുട്ട ഇട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മളിതിന്റെ കുഞ്ഞ് എടുക്കണമെങ്കിൽ എന്താണ് എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ വേറെ നാടൻ കോഴിക്ക് അടവയ്ക്കുക. അതായത് നാടൻ കോഴിക്ക് അടവച്ച് വിരിയിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇൻക്യുബേറ്റർ എന്തെങ്കിലും ഉപയോഗിക്കണം. ഇവിടെ നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ ഞാൻ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇൻക്യുബേറ്റർ ആണ്, അത് അട വെച്ച് വിരിച്ചത്. ഇത് എത്ര ദിവസം ആകുമ്പോൾ? 21 ദിവസം. 21 ദിവസം ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മളെ നാടൻ കോഴിയുടെ അതേ സമയം തന്നെയാണ് ഇതിനും വേണ്ടി വന്നത്. 21 ദിവസം കൊണ്ട് ഇത് വിരിയും. ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ അതോ ഒരു ഹോബിക്ക് വളർത്തുന്നുണ്ട്? ഹോബിക്ക് വളർത്തുന്നുണ്ട്. ഇനി സെയിലാക്കാൻ പ്ലാൻ ഉണ്ട്. എത്ര ഹൈറ്റ് ഒക്കെ ആവാൻ എത്ര മാസം പ്രായം വേണ്ടി വരും? ഇപ്പൊ എന്റെ നിൽക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു 7 മാസങ്ങൾ ആയതാണ്. 7 മാസം ആയത്. 7 മാസം ആയതുകൊണ്ട് 2 മാസം ആയതുള്ളൂ. നമ്മൾ ഈ അലങ്കാര കോഴി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഇത് വെളിയിലൊന്നും വിടരുത്. കോമ്പൗണ്ടിന്റെ അകത്ത് വളർത്തുക. ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തെങ്കിലും ഇതിന് അങ്ങനെ വലിയ സ്പീഡിലൊന്നും ഓടേണ്ട കഴിവൊന്നുമില്ല. ഓക്കെ. നമ്മൾ വിളിച്ചാൽ അടുത്ത് വരുന്നതാണ്. അതായത് നല്ല പെട്ടെന്ന് ഇണങ്ങും നമ്മളോട്. അപ്പൊ അലങ്കാര കോഴി കൃഷിയെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്ത സ്റ്റീഫൻ ചേട്ടൻ, ടെക് ആൻഡ് ട്രാവലിന്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും ചെയ്യാൻ നിങ്ങളുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.